ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ കളങ്കാവലിനായി ആളുകൾ കാത്തിരിക്കുകയാണ്. കൃത്യം 7 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു സിനിമയുടെ റിലീസിനായി. പക്ഷേ ഇന്നും കൺഫർമേഷൻ ഇല്ല സിനിമ 27-ാം തീയതി ഇറങ്ങുമോ എന്നുള്ളത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള തരംഗമാവുകയാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികൾ എടുത്തിട്ടൊടുക്കുന്ന ചിത്രം എന്ന് തന്നെ പറയാം. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമുക്ക് ചില പോസ്റ്ററുകൾ ഇതിനകത്തിലൂടെ ഒന്ന് കാണാം. ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം ഇതാ, ഈ വരാൻ പോകുന്നത് ഒരു ആംബുലൻസിലാണ് മമ്മൂട്ടി സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഹെവി പ്രൊമോഷൻ അല്ലേ? ഇനിയും അടുത്ത് വരാനിരിക്കുന്നത് പ്ലെയിനിലാണ്. അതും കൂടാതെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കുന്നു. കാരണം എല്ലാവർക്കും പോസ്റ്റർ ഒട്ടിക്കുകയും അല്ലെങ്കിൽ മതിലുകളിൽ എഴുതുകയൊക്കെ വേണം. കളങ്കാവിൽ എല്ലാ മതിലുകളിലും പോസ്റ്ററുകളിലും ഒക്കെ ആയിട്ട് അടിച്ചിറക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇനിയും എയർ ഇന്ത്യയുടെ ഒരു വിമാനമാണ് ഇതിൽ മുഴുവൻ കളങ്കാവൽ. ഇങ്ങനെയുള്ള ലെവലിൽ എടുത്തിട്ടൊടുക്കുന്നു. ഇനി ഡാമിൻ്റെ നടുക്കും മമ്മൂട്ടി പോസ്റ്റർ വെച്ചിട്ടുണ്ട് എന്നുള്ള കളങ്കാവലിൻ്റെ. എന്താണേലും പരിപ്പുവട സിനിമ എന്നുള്ള ആ ഒരു പേര് അവർ തന്നെ മാറ്റുകയാണ്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു ചിത്രത്തിനെ ആളുകൾ പരിപ്പുവട എന്ന് തന്നെ പറയുന്നതിനകത്തിൽ വലിയ മോശമൊന്നുമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെയാണ് പറയേണ്ടതും. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് ഒരു സിനിമ ഇറക്കുമ്പോൾ കൃത്യമായിട്ട് ഉള്ള പ്രൊമോഷനും അതുപോലെയുള്ള ഒരു ഡേറ്റും തരിക എന്നുള്ളത് ഒരു സൂപ്പർ താരമല്ല, ഏത് താരത്തിൻ്റെ ആണെങ്കിലും ഒന്ന് പറയാം. 8 മാസമായി ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. അതായത് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നു. ഇത് അങ്ങ് തട്ടുപൊളിപ്പനോ അല്ലെങ്കിൽ 100 കോടി അടിക്കുമെന്നോ 100 ദിവസം ഓടുമെന്നോ ഒരാൾക്കും പ്രതീക്ഷയില്ല. പക്ഷേ നല്ല സിനിമയായിരിക്കുമെന്ന് എതിരാളികൾ ഉൾപ്പെടെ സാധാരണക്കാരുൾപ്പെടെ ആരാധകർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. കാരണം മമ്മൂട്ടിയുടെ ഗംഭീരമായുള്ള പെർഫോമൻസ് കാണാൻ വേണ്ടി തന്നെയാണ് ഈ സിനിമയെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറയുന്ന കാത്തിരിപ്പുള്ളവരൊക്കെ തിയേറ്ററിൽ പോകാതെ OTTയിൽ വന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ടെലിഗ്രാമിലൊക്കെ കാണാൻ കാത്തിരിക്കുന്നവരായിരിക്കാം. എന്നിരുന്നാലും സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മമ്മൂട്ടി സിനിമയാണ്, അത് ഗംഭീരമായിരിക്കുമെന്നുള്ളത്. എന്തായാലും ഇതുവരെ ഒഫീഷ്യലായിട്ട് സിനിമയുടെ മാറ്റങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. പല രീതിയിലുള്ള റൂമറുകൾ പുറത്തു വരുന്നു. അതേപോലെ തന്നെ വെരിഫൈഡ് അക്കൗണ്ടുകളിൽ നിന്ന് വലിയ രീതിയിൽ പറയുന്നു സിനിമ മാറ്റുന്നു. ഡിസംബർ 5-ാം തീയതി ചിലർ പറയുന്നു ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അതിനകത്തിൽ തന്നെ പറയുന്നു മോഹൻലാലിന് സംസ്ഥാന അവാർഡ് കൊടുക്കാൻ വേണ്ടി മമ്മൂട്ടി ചേട്ടൻ ഒന്ന് മാറിക്കൊടുക്കുന്നു എന്നുള്ള കാര്യം. അതായത് ഇക്കുറി ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷവും സംസ്ഥാന അവാർഡ് മമ്മൂട്ടിയാണ്. അപ്പോൾ ഒരു പക്ഷേ സെൻസറിങ് അടുത്ത വർഷത്തേക്ക് വെക്കുകയാണെങ്കിൽ മോഹൻലാലിന് അവാർഡ് കിട്ടുമല്ലോ. ഇതെല്ലാമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ. എന്താണേലും നമ്മൾ ഉറപ്പിക്കുകയാണ് ഈ ഒരു സിനിമ 27-ാം തീയതി തന്നെ ഉണ്ടാകുമെന്നുള്ളത്. മമ്മൂട്ടി സിനിമകൾക്ക് മാത്രമാണോ ഇങ്ങനെയുള്ള ഭയം എന്നുള്ളതാണ്. അതായത് എലക്ഷൻ, സ്കൂള്, പെരുന്നാൾ എന്നുള്ളത്. ബാക്കി എല്ലാവരും സിനിമ ഇറക്കുമ്പോൾ ഇങ്ങനെയൊന്നും നോക്കാറില്ല. മഴയാണേലും പേമാരിയാണേലും ഇറക്കുന്നത് നല്ല സിനിമയാണെങ്കിൽ വിജയിക്കുമെന്നുള്ളതാണ്. മമ്മൂട്ടിക്കും അത് പരിചയമുള്ളതാണ്. എന്തായാലും കളങ്കാവലിൻ്റെ ഒരു അപ്ഡേറ്റും പുറത്തു വിടാത്തതിൽ അത് മമ്മൂട്ടി കമ്പനിയോടുള്ള നമ്മളുടെ പരാതി കൂടിയായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഇനി 6 ദിവസങ്ങൾ കഴിയുമ്പോൾ സിനിമ റിലീസാകുമോ ഇല്ലയോ എന്നുള്ളത്. എന്താണേലും പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 6 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ നേടി എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ബുക്കിംഗ് ഓപ്പൺ ആക്കിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ 15 ദിവസങ്ങൾക്ക് മുമ്പ് 7 ലക്ഷം രൂപയൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കുകയാണ്. ഇനിയും ഈ കുറി ഇറക്കുന്നില്ലെങ്കിൽ ഈ വർഷം ഇനി ഇറങ്ങാൻ മമ്മൂട്ടി സിനിമയില്ല. ഇനിയും കഴിഞ്ഞ ദിവസം ഇറക്കിയ ഷോർട്ട് ഫിലിം വെച്ചിട്ട് സമാധാനിക്കേണ്ടി വരും ആരോ എന്തോ എന്നുള്ള ലെവലിലുള്ള ഒരു ഷോർട്ട് ഫിലിമും. അപ്പോൾ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ജെനുവിനായിട്ടുള്ള കമൻറ്റ്സ് ഇടാം. തീർച്ചയായും നിങ്ങൾ മമ്മൂട്ടി ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും ഇതിനൊരു പ്രതികരണം വേണം എന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇത് കാണാൻ കാത്തിരിക്കുന്നവരെ നിരാശരാക്കുന്നോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ വെറുപ്പിക്കുന്നോ എന്നുള്ളതാണ്. എന്താണേലും വലിയ ഒരു തിരിച്ച് വരവിന് വേണ്ടി മമ്മൂട്ടിയെ കാത്തിരിക്കുന്ന ഓരോ ആരാധകനും നൽകുന്നത് നിരാശ മാത്രമാണ്. പ്രകടനത്തിലൂടെയല്ല മമ്മൂട്ടി നിരാശരാക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമ ഇറക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പോലും ഇല്ലാതെ വലിയ വാനോളം പ്രതീക്ഷയോളം നിൽക്കുന്ന പ്രേക്ഷകനെ വിഷമിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത് മമ്മൂട്ടി കമ്പനിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് പരിഗണിക്കാം. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. ഒരുപാട് മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ഒരിക്കൽ മോഹൻലാൽ ഫാൻസിന് വേണ്ടി അങ്ങനെ ഒന്ന് സാധിച്ചു കൊടുത്താണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളതായിരിക്കാം. പലരും നമ്മളോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. അത് സ്റ്റാർഡത്തിന് നല്ലതാണ്. ഒപ്പം സൂപ്പർ താരം എന്നുള്ളൊരു പദവിക്കും ഒപ്പം ഒരുപാട് ആരാധകരുടെ മോഹങ്ങൾ സഫലീകരിക്കാനും അത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ കാത്തിരിക്കുന്നു. ഈ ഒരു സിനിമയുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ വരട്ടെ. അതിനോടനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്. ആർക്കും വെറുപ്പൊന്നും തോന്നണ്ട. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ്. ഇത് തോന്നിയില്ലെങ്കിൽ നമുക്കറിയാം, ഒരാൾ ഒരു സിനിമ ഇറക്കുമ്പോൾ നല്ലതായിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പിന്നീട് വേറൊരു ലെവലിലേക്ക് മോശമായി പോകാനുള്ള ചാൻസുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സൂപ്പർ താരങ്ങളുടെയൊക്കെ വളരെ അലമ്പ് പടങ്ങൾ, മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെയാണ് പറയുന്നത്, അലമ്പ് പടങ്ങൾ ഇറങ്ങുമ്പോൾ ആരാധകർ അത് നിരസിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പടങ്ങൾ ഇറങ്ങില്ലായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തുടക്കം തന്നെയായി കാണാം. അല്ലാതെ നമ്മളോട് വെറുപ്പ് തോന്നേണ്ട കാര്യമില്ല. ഗ്രേറ്റ് മീഡിയാസ്.